പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 15 ആമേൻ, ഈ മാസത്തെ 3-ാമത്തെ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പോൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ പോയ ആമേൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ പോൽക്കാലം കർത്താവ് അത്ഭുതമായി നമ്മളെ നടത്തിയില്ലേ? അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ നമ്മളെ കൺമണി പോലെ കാത്തു പരിപാലിച്ച കർത്താവിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കരമുയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയത് ഓർക്കുമ്പോൾ ആ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം. വിശ്വാസ കണ്ണാൽ കണ്ടാട്ടെ ഇന്നത്തെ പകൽക്കാലം നമ്മളെ അത്ഭുതമായി അതിശയമായി കർത്താവ് നടത്തുന്നത്, ശ്രേഷ്ഠമായി നടത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്ത് നമ്മളെ ഇന്ന് പകൽക്കാലം അത്ഭുതമായി നടത്തുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട്, വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പം അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ. ആമേൻ. 45-ാം സങ്കീർത്തനം പറയുന്നു, 42-ാം സങ്കീർത്തനം പറയുന്നു, മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനിപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകും. 4-ാമത്തെ വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് തന്ന സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഇന്ന് പൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളും അങ്ങയുടെ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. ആകാശത്തു നിന്ന് മന്ന പൊഴിഞ്ഞു വീണതുപോലെ ഇന്ന് സ്വർഗീയമായ ചില നന്മകൾ തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് പൊഴിഞ്ഞു വീഴുന്ന ദിവസമായി തീരട്ടെ. ചില സൂപ്പർ നാച്ചുറലായ ആമേൻ ഇൻ്റർവെൻഷനുകൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. മന്ന എങ്ങനെ വീണോ അതുപോലെ അത്ഭുതങ്ങൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നടക്കുന്നതിന് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുമാറട്ടെ. എല്ലാ രോഗത്തിൻ്റെ ആത്മാവും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജി മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ ആമേൻ, തുമ്മൽ മുഖാന്തരം അലർജിയുടെ ബുദ്ധിമുട്ടിനാൽ തുമ്മലുണ്ടാകുന്നു ആമേൻ, അതുപോലെ മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസിഡിറ്റി മുഖാന്തരം ശരീരത്തിന് ക്ഷീണവും തളർച്ചയും അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, മക്കൾ വഴിതെറ്റി നടക്കുന്നു, അതോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ നേരായ വഴിയിലേക്ക് മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അവർ മടങ്ങി വന്ന് മാതാപിതാക്കളോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരട്ടെ. അതുപോലെ മറ്റെല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാണ്. ഈ ലോകത്തെമ്പാടും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അഭിഷക്തദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവറിനകത്ത് എല്ലാവരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു വാക്ക് നമ്മുടെ എല്ലാവരുടെയും കൈകളെ ഉയർത്തി ഇന്നത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്നത്തെ സഭായോഗം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, രാവിലെ ഇന്ത്യൻ സമയം 8:15 ആകുമ്പോൾ ആദ്യത്തെ മലയാളം സർവീസ് ആരംഭിക്കും. അത് നിങ്ങൾ തക്ക സമയത്ത് പങ്കെടുക്കണം. അത് മാത്രമേ നമുക്ക് ലൈവിൽ ഉണ്ടാവുകയുള്ളൂ.
ബാക്കി 12 മണിക്ക്, 2 മണിക്ക്, 4 മണിക്ക് അടുത്ത 3 സർവീസുകളുണ്ട്. പ്രാർത്ഥനയോടെ എല്ലാ മീറ്റിങ്ങുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. സങ്കീർത്തനം 107 നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗം. അവിടെ പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ തന്നെ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ഇവിടെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് സൗഖ്യമാക്കുവാനും ആയിരിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും ഒക്കെ കർത്താവ് എന്നാ ചെയ്തത്? തൻ്റെ വചനത്തെ അയക്കുകയാണ് ചെയ്തത്. അപ്പം വചനം അറിയുന്നത് മാത്രമല്ല, അത് പ്രയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം വചനം അറിയാം നമുക്ക്, പക്ഷെ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രായോഗിക തലത്തിൽ അതിനെ പ്രയോഗിക്കുന്നത് എങ്ങനെ? അറിയുന്നതും പ്രയോഗിക്കുന്നതും രണ്ടും ഒന്നല്ല. അറിയുന്നത് ഒരു കാര്യം, അത് പ്രയോഗിക്കപ്പെടുന്നത് വേറൊരു കാര്യം. ഇപ്പം നമ്മൾ പറയാം എല്ലാവർക്കും അറിവുണ്ട്. ഇപ്പം പല അറിവുള്ളവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മെഡിക്കൽ സയൻസ് പഠിച്ച ഡോക്ടർമാർ, അവർക്ക് അറിവുണ്ട്, അവർക്കറിയാം. പക്ഷേ ആ അറിവ് അവർ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ സ്മോക്കിംഗ് ലങ്സിന് കേടാണെന്നും ശരീരത്തിന് ദോഷമാണെന്നും ഒക്കെ അറിയാം. അത് അവർ പഠിച്ചതാണ്. പക്ഷേ എന്നിട്ടും ക്രോണിക് സ്മോക്കേഴ്സായിട്ടിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അതെന്നാ കാര്യം? അവരവരുടെ അറിവിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ അവരുടെ അറിവിനെ പ്രയോഗിച്ചില്ല, അവരുടെ ജീവിതത്തിൽ അത് വിനിയോഗിച്ചില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് ദൈവവചനം അറിയാം എന്ന് പറയുന്നതും, എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അതിനെ ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. ജീവിത സാഹചര്യത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവവചനത്തെ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ കരഞ്ഞു പിടിച്ച് മനസ്സലിയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നത് പോലെ നമ്മൾ കരഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് കർത്താവിനെ വിഷമിപ്പിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാമോ എന്നാണ് നോക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ ശരിയായ പ്രയോഗങ്ങളാണ് ദൈവത്തെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾക്ക് മറുപടി തരുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ എപ്പോഴും ദൈവവചനം നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്നല്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയാം, കർത്താവേ അങ്ങയുടെ തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല. അങ്ങനെങ്കിൽ ഞാൻ തുണയില്ലാതിരിക്കത്തില്ല, എൻ്റെ സന്തതി ആഹാരം ഇറക്കത്തില്ല, കാരണം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചവനാണ്. ഇത് എൻ്റെ സാഹചര്യത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രയോഗിക്കുക ചെയ്തു. ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ എനിക്കിത് പ്രയോഗിക്കാം. ഇതുപോലെ ഓരോ വചനങ്ങളും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രയോഗിക്കണം. ഇപ്പം രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുക, ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഉടനെ പറയാം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് എൻ്റെ ശരീരത്തിലുമുണ്ട്, എൻ്റെ ശരീരത്തിൽ വസിക്കുന്നു. ആ ആത്മാവ് എൻ്റെ ശരീരത്തെ വീണ്ടും ചാർജ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ മാറ്റി എന്നെ ആരോഗ്യമുള്ളവനാക്കി തീർക്കുന്നതിനായി സ്തോത്രം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രായോഗികമാക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇതുപോലെ പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഓരോന്നും ഉപയോഗിക്കുക. ജീവിത സാഹചര്യത്തിൽ ക്ഷാമങ്ങൾ നേരിടുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും, ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നു, നന്മയ്ക്ക് കുറവില്ലെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടിക്കലാക്കുക, അല്ലെങ്കിൽ പ്രയോഗിക്കുക നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ അതെന്ത് ചെയ്യുന്നു? നിങ്ങളത് അപ്ലൈ ചെയ്യുക ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ദൈവവചനം അറിയാമെന്ന് പറഞ്ഞിട്ടോ മനഃപ്പാടമാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അതിനെ പ്രയോഗിക്കുമ്പോഴാണ് അവിടെ വിടുന്നത്. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് എന്നാ ചെയ്തു? അവിടേക്ക് വചനം അയച്ചു, അവരെ വിടുവിക്കുവാൻ വചനം അയച്ചു. ഇതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വചനത്തെ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ജയാളികളായി തീരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിന് വചനം അറിയണം, വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ വചനം ആ സമയത്ത് പുറത്തു വരികയുള്ളൂ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വചനം പ്രാക്ടീസ് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക, പ്രയോഗിക്കുക. അതാണ് യഥാർത്ഥ അർത്ഥം, പ്രയോഗിക്കുക. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്,
വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. സഭായോഗം മിസ് ചെയ്യല്ലേ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.